ഇവിടെ ഒരു രാജാവ് കല്യാണം കഴിക്കാനായിട്ട് 3 പെൺകുട്ടികളെ തിരഞ്ഞെടുക്കുന്നു. എന്നിട്ട് അതിൽ ആരാണ് ബെസ്റ്റ് എന്ന് നോക്കി അവരെ സെലക്ട് ചെയ്യാനായിട്ട് മത്സരം നടത്തുന്നു. ഫസ്റ്റ് ഫിഗർ ടെസ്റ്റ് ആണ് നടത്തുന്നത്. അതിൽ ആ 3 പെൺകുട്ടികളും പാസ്സാവുന്നു. അടുത്തതായിട്ട് രാജാവ് 3 ഗ്ലാസ്സിലും വൈൻ ഒഴിച്ച് വെക്കാനായിട്ട് പറയുന്നു. എന്നിട്ട് രാജാവ് അതിലൊരു ഗ്ലാസ്സിൽ പോയിസൺ ഉണ്ടെന്ന് പറഞ്ഞ് 3 ജയിൽ പുള്ളികളെ കൊണ്ടുവന്ന് ആ ഗ്ലാസ്സിലെ വൈൻ അവരെ കൊണ്ട് കുടിപ്പിക്കുന്നു. അത് കുടിച്ചതും 3 പേരിൽ ഒരാള് പെട്ടെന്ന് അവിടെ മയങ്ങി വീണ് മരിച്ചു പോകുന്നു. എന്നിട്ട് രാജാവ് ആ 3 പെൺകുട്ടികളുടെ കണ്ണ് കെട്ടുകയും ആ 3 ഗ്ലാസ്സിലും വീണ്ടും വൈനുകൾ ഒഴിച്ചു വെക്കുന്നു. ഇപ്പൊ രാജാവ് അവരുടെ കണ്ണിലെ കെട്ടഴിച്ച് ആ 3 പെൺകുട്ടികളോടും അവർക്ക് ഇഷ്ടപ്പെട്ട ഗ്ലാസ്സിലെ വൈൻ എടുത്ത് കുടിക്കാനായിട്ട് പറയുന്നു. അതിലേതോ ഒരു ഗ്ലാസ്സിലാണ് പോയിസൺ ഉള്ളത്. അതവർ കണ്ടുപിടിക്കണമെന്ന് രാജാവ് അവരോട് പറയുന്നു. ഇത് കേട്ട് പേടിച്ചു പോയൊരു പെണ്ണ് രാജാവിന്റെ അടുത്തേക്ക് വന്ന് അവൾ ഈ മത്സരത്തിൽ നിന്ന് പിന്മാറുകയാണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ ബാക്കി 2 പേരും ആ ഗ്ലാസുകൾ സെലക്ട് ചെയ്യാനായിട്ട് പോകുമ്പോൾ ആ 2 പേരിൽ ഒരു പെണ്ണ് ആ വൈന് കുടിക്കാനായിട്ട് നിൽക്കുമ്പോഴേക്കും പെട്ടെന്ന് പേടി തോന്നി അവള് അത് കുടിക്കാതെ താഴെ വെക്കുകയും അവൾ തോൽവി സമ്മതിക്കുകയും ചെയ്യുന്നു. എന്നാൽ ലാസ്റ്റ് ആയിട്ടുള്ള ഈ പെണ്ണ് ഒട്ടും ആലോചിക്കുക പോലും ചെയ്യാതെ ആ 3 ഗ്ലാസ്സിലെയും വൈനുകൾ എടുത്ത് കുടിക്കുന്നു. പക്ഷെ എന്നിട്ടും അവൾക്കൊന്നും തന്നെ സംഭവിച്ചില്ല. കാരണം ഇതെല്ലാം രാജാവിന്റെ ഒരു പ്ലാൻ ആയിരുന്നെന്നും നേരത്തെ ഒരാൾ മരിച്ചതുപോലെ അഭിനയിച്ചതാണെന്നുമുള്ള എല്ലാ സത്യങ്ങളും അവൾക്ക് നേരത്തെ തന്നെ മനസ്സിലായിരുന്നെന്ന് അവൾ രാജാവിനോട് പറയുന്നു. അങ്ങനെ ഇത് കണ്ട് രാജാവ് അവളെ റാണിയാക്കാനായിട്ട് തെരഞ്ഞെടുക്കുന്നു.